എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ 5 ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC ആണ്. പേ ലെവൽ 2. പ്രായപരിധി 18 മുതൽ 27 വരെ. ആകെ വേക്കൻസി 4 അൺറിസർവ്ഡ് 1, OBC 1, EWS 1, SC 1. PWD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ JHS ആണ്. പേ ലെവൽ 6 പ്രായപരിധി 30 വയസ്സ് വരെ. വേക്കൻസി 9. അൺറിസർവ്ഡ് 4, OBC 3, SC 2. അടുത്ത പോസ്റ്റ് സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ. പേ ലെവൽ 10 പ്രായപരിധി 35 വയസ്സ് വരെ. വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ 3 പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. PWD കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഇളവുണ്ട്. അതുപോലെ തന്നെ PWD കാറ്റഗറിക്കും എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS കാറ്റഗറിക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനും SC ST കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും എക്സ് സർവീസ്മെനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. LD ക്ലർക്ക് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റും ഹിന്ദി ആണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റും ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 3 years എക്സ്പീരിയൻസ് ഇൻ ഹൈഡ്രോഗ്രാഫിക് ഓർ ലാൻഡ് സർവേ അല്ലെങ്കിൽ SR 1 or 2 ഓഫ് ദ ഇന്ത്യൻ നേവി വിത്ത് 7 years എക്സ്പീരിയൻസ് ഇൻ ഹൈഡ്രോഗ്രാഫി ആൻഡ് നാവിഗേഷൻ. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. നോളജ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് പാസിംഗ് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ SAS കൊമേഴ്ഷ്യൽ എക്സാമിനേഷൻ ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കൂടാതെ 3 year എക്സ്പീരിയൻസും ആവശ്യമാണ്. പിന്നെ സൂപ്പർവൈസറി കപ്പാസിറ്റി. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.iwai.nic.in. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ഓൺലൈൻ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് 100 KB മുതൽ 200 KB വരെയാണ്. സിഗ്നേച്ചർ ആണെങ്കിൽ 80 KB മുതൽ 180 KB വരെ ആകാൻ പാടുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 5. ഇനി വേക്കൻസി എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി വരുന്നുണ്ട്. കേരളത്തിൽ കൊച്ചിയിലും കൊല്ലത്തുമാണ് വേക്കൻസി ഉള്ളത്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ പ്രോഗ്രസ് എല്ലാം വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒന്നും ഒരു റിപ്ലൈയും കിട്ടുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈറ്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം.
ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കൂടാതെ സ്കിൽ ടെസ്റ്റ് ഇൻ ടൈപ്പിംഗും ഉണ്ടായിരിക്കും. CBT ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉള്ളൂ. ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ CBT മാത്രമേ ഉള്ളൂ. സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ CBT പ്ലസ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ്. ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. SC STയുടെയും OBCയുടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതനുസരിച്ച് തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൈറ്റിൽ സിലബസും കൊടുത്തിട്ടുണ്ട് എക്സാമിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിവിധ പോസ്റ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.